ബി.ജെ.പി. പ്രതിഷേധത്തിന് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചത് RAF ഉദ്യോഗസ്ഥൻ. പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് വെടിയുതിർത്തത് 7 തവണയെന്ന് CRPFന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതിഷേധക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചപ്പോഴാണ് പെല്ലറ്റ് ഉപയോഗിച്ചത് എന്നാണ് ന്യായീകരണം. ആരതി കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആരതി, ആദ്യം പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചിട്ടേ ഇല്ല എന്നതായിരുന്നു ഡൽഹി പോലീസിന്റെ നിലപാട്, RAFന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ അന്വേഷണത്തിൽ അത് തെളിഞ്ഞിരിക്കുകയാണ് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്താണ് വിശദാംശം? ഹർഷൻ, ഈ ഡൽഹി പ്രതിഷേധത്തിന് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന പരാതിയും ആരോപണവും കോക്രോച്ച് ജനതാ പാർട്ടി അടക്കം ഉന്നയിച്ചതിന് പിന്നാലെ CRPF ഇതിലൊരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിലവിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥനാണ് പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ RAF ഉദ്യോഗസ്ഥരുടെ ലോഗ് എൻട്രിയിൽ നിന്നാണ് ഈ 7 തവണ പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് വെടി ഉതിർത്തതായി, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതായി ഇപ്പോൾ നിലവിൽ CRPF നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതായത് 7 തവണ ഒരേ തോക്കിൽ നിന്ന് തന്നെ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 5 തവണ അത് പ്രതിഷേധക്കാർക്ക് നേരെ കൊള്ളുകയും ചെയ്തു. മറ്റ് 2 എണ്ണം താഴെ ഗ്രൗണ്ടിലേക്കായിരുന്നു എന്നാണ് നിലവിൽ CRPF നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതോടുകൂടി പെല്ലറ്റ് ഗൺ പ്രതിഷേധക്കാർക്ക് നേരെ ഉപയോഗിച്ചു എന്നതിൽ കൂടുതലൊരു സ്ഥിരീകരണം കൂടി വരികയാണ്. അതായത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി വരികയാണ്. ഡൽഹി പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എല്ലാം ആദ്യം ഇത് നിഷേധിച്ചിരുന്നെങ്കിലും ഈ ആഭ്യന്തര അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടുകൂടി ഈ ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. CRPFന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് ഈ സമാധാനപരമായി പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്? അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണോ അനുമതി നൽകിയത് എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഇനി അമിത്ഷാ അല്ലെങ്കിൽ അത്തരം ഒരു പ്രതിഷേധക്കാർക്ക് നേരെ ഇത്തരം ഒരു നടപടിക്ക് ഉത്തരവിട്ടത് ആരാണ് എന്നുള്ളതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം തന്നെ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. CRPFന്റെ ഈ ഒരു അന്വേഷണത്തിലെ കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നതോടെ ഈ പെല്ലറ്റ് ഗണ്ണ് പ്രതിഷേധക്കാർക്ക് നേരെ ഉപയോഗിച്ചു എന്നുള്ളതിൽ കൂടുതൽ സ്ഥിരീകരണവും വരികയാണ്. എന്നാൽ CRPFൽ നിന്ന് CRPF മേധാവിയിൽ നിന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രതികരണം തേടിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ CRPFന്റെയും അതുപോലെ തന്നെ ഡൽഹി പോലീസിന്റെയും ഈ പ്രതിഷേധത്തിന് ശേഷം ചേർന്ന യോഗങ്ങളിൽ ഇത്തരത്തിൽ ക്രൂരമായ ഒരു നടപടി ഉണ്ടായതിൽ വിമർശനം ഉയർന്നിരുന്നു. അല്ലെങ്കിൽ സമാധാനപരമായി പ്രതിഷേധം നടത്തിയവർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള തരത്തിൽ യോഗത്തിനകത്ത് തന്നെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും എല്ലാം ഉയർന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് ഈ പെല്ലറ്റ് ഗൺ പ്രതിഷേധക്കാർക്ക് നേരെ ഉപയോഗിച്ചു. അത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് ഉപയോഗിച്ചത്. 7 തവണ ഒരേ തോക്കിൽ നിന്ന് പെല്ലറ്റ് ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിൽ 3 പേരാണ് പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രിയിൽ ഡൽഹിയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളതായി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സാഹിൽ എന്ന വിദ്യാർത്ഥിക്കൊപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മറ്റൊരാൾ 25 വയസ്സുകാരനായ ഷെയ്ഖ് ഇർഷാദാണ്. മറ്റൊരാൾ ഔട്ട്ലുക്ക് മാഗസീനിലെ മാധ്യമപ്രവർത്തകനായ 28-കാരനാണ്. നിലവിൽ ഈ 3 പേരാണ് പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഹർഷൻ.